ഹല്ലേലൂയ. ദൈവ ദർശനം കാണണം എന്നാഗ്രഹിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടുകൂടെ, അവനവരുടെ മുഖത്ത് നിന്ന് കണ്ണുനീരൊക്കെയും തുടച്ചു കളയും. വെളിപ്പാട് 21:5. യോഹന്നാൻ 14:23 പറയുന്നത്, ഒരുത്തൻ എന്നെ സ്നേഹിച്ചാൽ എൻ്റെ വചനങ്ങളെ പ്രമാണിക്കും, പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. പ്രിയ ദൈവമക്കളെ, ദൈവം നമ്മളോടൊപ്പം വസിക്കണമെങ്കിൽ ഭക്തിയുടെ വേഷം ധരിച്ച് ശക്തിയെ ത്യജിച്ച് ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവത്തിന് എന്തിഷ്ടമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധിയിൽ പൂർണ്ണനാണ് ദൈവം. അതുകൊണ്ട് ദൈവത്തിന് ഇഷ്ടമുള്ളതൊക്കെയും നമ്മൾ ചെയ്യാൻ ആരംഭിച്ചാൽ ദൈവം നമ്മളെ ഇഷ്ടപ്പെടും. പലപ്പോഴും നമ്മുടെ ഭക്തി വെറും പ്രഹസനമാണ്. രഹസ്യ ജീവിതത്തിൽ നമുക്ക് പിശാചുമായിട്ടായിരിക്കും ബന്ധം. 2 തോണിയിലായിരിക്കും നമ്മൾ കാലുവെച്ച് നിൽക്കുന്നത്. ജീവിതത്തിൽ വിശുദ്ധി കാണില്ല. നിങ്ങളുടെ സ്വർഗസ്ഥ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണർ ആകുവീൻ. ഞാൻ പറഞ്ഞ കാര്യം മറക്കരുത്. സൽഗുണപൂർണതയിലേക്ക് എത്തിച്ചേരണം. ദൈവ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ മാതാപിതാക്കൾ, അവരെ നമ്മൾ കൂടെ നിർത്തുമ്പോൾ അവർ നമ്മുടെ ഓരോ കാര്യങ്ങളിലും ചോദ്യം ചെയ്യും. എന്ന് വെച്ചാൽ അവർക്കിഷ്ടമില്ലാത്ത എല്ലാവരും ചോദ്യം ചെയ്യാം. അവർക്കിഷ്ടമുള്ളതുപോലെ ജീവിച്ചാൽ അവർ നമ്മളോടൊപ്പം വസിക്കും, അവർക്ക് സന്തോഷം ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ ദൈവം വിശുദ്ധനാണ്. ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് ഒന്നും ചെയ്യരുത്. ഈ ഇഷ്ടമില്ലാത്ത എന്താണെന്നുള്ളത് വചനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി ചെയ്യണം. അല്ലെങ്കിൽ ദൈവം അങ്ങിറങ്ങിയങ്ങ് പോകും. ദൈവാത്മാവ് ശൗലിനെ വിട്ടുപോയി, ദുരാത്മാവ് അവനെ ബാധിച്ചു എന്നുള്ളത് നമുക്കറിയാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.